മുതൽ 7 വരെ നടക്കുന്ന ശ്രീമദ് ഗീതാ ജ്ഞാനയജ്ഞം കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ നടയിലുള്ള പണിക്കേഴ്സ് ഹാളിൽ നടക്കുന്നു. ഫെബ്രുവരി 1 മുതൽ 7 വരെ നടക്കുന്ന ശ്രീമദ് ഗീതാ ജ്ഞാനയജ്ഞം കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ നടയിലുള്ള പണിക്കേഴ്സ് ഹാളിൽ നടക്കും. ശിവഗിരി മഠം സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ യജ്ഞാചാര്യനും വിവേകാനന്ദാശ്രമം അധ്യക്ഷത എം ലക്ഷ്മികുമാരി ഉദ്ഘാടകയും അവലോകന സമ്മേളനം സ്വാമി നിത്യാചിന്മയ് ഉദ്ഘാടകയുമാകുന്നു. ഫെബ്രുവരി 1 വൈകിട്ട് 4 മണിക്ക് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞദീപവും യജ്ഞഗ്രന്ഥവും താലപ്പൊലിയോടുകൂടി എഴുന്നള്ളിപ്പിച്ച് 5 മണിക്ക് യജ്ഞശാലയിൽ എത്തിച്ചേരുന്നതാകുന്നു. തുടർന്ന് യജ്ഞവിഗ്രഹ പ്രതിഷ്ഠ സത്യധർമ്മനടികളും യജ്ഞദീപം പ്രജ്വലനം CK നാരായണൻകുട്ടി തന്ത്രികളും നിർവഹിക്കുന്നതായിരിക്കും. പ്രതിദിനം വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ആരംഭിച്ച് സമാപിക്കുന്നതുമാണ്. വാസുദേവ പണിക്കരുടെയും PK രവീന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു വരുന്നു. ഫെബ്രുവരി 1 മുതൽ 7 വരെ നടക്കുന്ന ഗീതാജ്ഞാനയജ്ഞം, അതായത് വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയാണ് ഗീതാജ്ഞാനയജ്ഞം. അതായത് ഗീതയിലെ 18 അധ്യായങ്ങളിലെ 2ാമത്തെ അധ്യായമാണ് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ഗീതാജ്ഞാനയജ്ഞമായിട്ട് നടത്തുന്നത്. ഈ ഗീതാജ്ഞാനയജ്ഞത്തിലെ 5 മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടു കൂടി, പിന്നീട് അത് കഴിഞ്ഞാൽ 2ാം അധ്യായത്തിലെ ഓരോ ശ്ലോകങ്ങളും ശാങ്കര ഭാഷ്യം വായിച്ച് അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണം നടത്തുന്നത്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരാണ സംബന്ധമായ കഥകളും മനുഷ്യജീവിത സ്പർശിയായ കാര്യങ്ങളും ചേർത്ത് വെച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഗീതാ പഠനം ഒരു മനുഷ്യന് ആവശ്യമാണെന്നുള്ള തോന്നൽ ഉളവാക്കുകയും മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഗീതാോപദേശത്തെ ഞങ്ങൾ അവതരിപ്പിക്കുകയും കൂടാണ് ചെയ്യുന്നത്. ഓരോ കുടുംബത്തിൽ പത്രസമ്മേളനത്തിൽ യജ്ഞാചാര്യൻ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, ചെയർമാൻ വാസുദേവ പണിക്കർ, വർക്കിംഗ് ചെയർമാൻ PK രവീന്ദ്രൻ, ജനറൽ കൺവീനർ KD വിക്രമാദിത്യൻ, PRO ഡിൽഷൻ കൊട്ടേക്കാട് എന്നിവർ പങ്കെടുത്തു.